Hi students, good morning to all. In the previous class, we discussed about black body. നമ്മൾ പറഞ്ഞിരുന്നു ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ പറ്റി ഒരു വ്യക്തമായ നല്ലൊരു തിയറി ആദ്യമായി പറഞ്ഞത് റാലെയും ജീൻസുമാണ്. സോ ടുഡേ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദിസ് റാലെ ജീൻസ് ഫോർമുല. സോ പിന്നെ വാട്ട് ഈസ് ബ്ലാക്ക് ബോഡി? ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് ഒരു ക്യാവിറ്റി ആയിരുന്നു. ആ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ റേഡിയേഷൻസ് ഒക്കെ റേഡിയേഷൻസ് ആ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ പല പ്രാവശ്യം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ കാരണം അത് മുഴുവൻ അബ്സോർബ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് ആ ഹോൾ വഴി കുറച്ച് റേഡിയേഷൻസ് പുറത്തേക്ക് വന്നു. ആ റേഡിയേഷൻസ് പുറത്തേക്ക് വരുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസ് എന്ന് പറയുന്നത്. ആ റേഡിയേഷൻസിനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ റേഡിയേഷൻസിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അവിടെ നിന്ന് വരുന്ന മാക്സിമം ഇൻറ്റൻസ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. അതായത് ആദ്യം ഇൻഫ്രാറെഡ് ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ വരുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് റെഡാണ്. പിന്നെ ദാറ്റ് ഈസ് ദ കളർ ഈസ് ചേഞ്ചിങ് ടു ഓറഞ്ച്. ദെൻ ഇഫ് ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ് മോർ ദെൻ യെല്ലോ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ആദ്യം തന്നെ റാലെ ജീൻസ് പഠിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് പ്രൊപ്പോസ്ഡ് ദാറ്റ് സ്റ്റാൻഡിങ് വേവ്സ് ആർ പ്രൊഡ്യൂസിങ് ഇൻസൈഡ് ദാറ്റ് ക്യാവിറ്റി. സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾ ലോ ക്ലാസ്സസിൽ പഠിച്ചിട്ടുള്ളതാണ് സ്റ്റാൻഡിങ് വേവ്സ്. ഇൻ ഡിഗ്രി സെക്കൻഡ് ഇയർ യു ആർ സ്റ്റഡിങ് ആൻഡ് യു ആർ ഡൂയിങ് വൺ എക്സ്പെരിമെൻറ്റ് ദാറ്റ് ഈസ് ഐ തിങ്ക് മെൽഡി സ്ട്രിങ്. അപ്പോൾ ഈ മെൽഡി സ്ട്രിങ് ആൻഡ് സോണോമീറ്റർ, എവറിത്തിങ് ദാറ്റ് യു ആർ ഡൂയിങ്, സോണോമീറ്റർ ആൾസോ ഐ തിങ്ക് സോണോമീറ്റർ യു ആർ ഡൂയിങ്, ഐ തിങ്ക് യു ആർ ഡൂയിങ് അബൌട്ട് സോണോമീറ്റർ, ഐ തിങ്ക് ഇൻ +2 ക്ലാസ്സസ് ഇറ്റ് സെൽഫ് യു ആർ ഡൂയിങ് ദിസ് സോണോമീറ്റർ. അപ്പോൾ അതിലൊക്കെ എന്താ ഉണ്ടാവുക? എ വേവ് ഈസ് ഫോമിങ് ദർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വെറുതെ ഒരു സ്ട്രിങ് എടുത്തിട്ട് ഒന്ന് തട്ടിക്കഴിഞ്ഞാലും ഒരു വേവ് അവിടെ ഫോം ചെയ്യും. ആൻഡ് വെൻ ദിസ് വേവ് ഈസ് ഫോമിങ്, ആ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ, അതായത് സോണോമീറ്റർ ആണെങ്കിൽ സോണോമീറ്ററിൽ ആ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ തട്ടി ആ വേവ് തിരിച്ചതുപോലെ തന്നെ വരുന്നു, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ വരുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക? സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡിലും എന്താകുമ്പോൾ? നോഡ് ഫോം ചെയ്യുമ്പോൾ. ഇസ്ന്റ് ഇറ്റ്? യാ. So the standing wave means what it means by standing wave? Standing wave means എന്താണ്? സ്റ്റാൻഡിങ് വേവ് ആണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കേസിൽ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? സ്ട്രിങ്ങിൻ്റെ രണ്ട് എൻഡിലും എന്തായിരിക്കും ഉണ്ടാവുക? നോട്ട്സ് ആയിരിക്കും ഫോം ചെയ്യുക. അതുപോലെ തന്നെ ഹിയർ ഓൾസോ വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ ഇൻസൈഡ് ദിസ് ക്യാവിറ്റി? വേവ്സ് ആർ ഫോമിങ് ആൻഡ് റാലെ ആൻഡ് ജീൻസ് proposed that what is forming the standing waves are forming them. അങ്ങനെ സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡിങ് വേവ്സ് ഫോം ചെയ്തപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയും ന്യൂ പ്ലസ് ഡ്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിക്കും ഇടയിലുള്ള സ്റ്റാൻഡിങ് വേവിൻ്റെ ഡെൻസിറ്റി അവർ കാൽക്കുലേറ്റ് ചെയ്തു. ഡെൻസിറ്റി മീൻസ് ദാറ്റ് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് per unit volume. And they found that g nu d nu that is equal to 8 pi nu square d nu by c cube. g nu d nu, okay? g nu d nu ആണ്. g nu എന്നല്ല അവിടെ വന്നിരിക്കുന്നത്, g nu ആണ്. ഞാനത് എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, സോറി ഫോർ ദാറ്റ്. g nu d nu is equal to 8 pi nu square d nu by c cube. And you will study about how ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾ എന്തായാലും സിക്സ്ത് സെമസ്റ്ററിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾ പഠിക്കും എങ്ങനെയാണ് g nu d nu എന്ന് പറയുന്നത് 8 pi nu square d nu by c cube ആവുന്നത്. ഓക്കെ, അപ്പോൾ വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ഈസ് ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡിങ് വേവ്. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്പർ ഡെൻസിറ്റി എന്ന് വെച്ചാൽ നമ്പർ പെർ യൂണിറ്റ് വോളിയം ആണ്. അതായത് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡിങ് വേവ്സ് എന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഫ്രീക്വൻസി ന്യൂ ആൻഡ് ഡി ന്യൂ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ വെച്ചിട്ട് നമുക്കറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആവറേജ് എനർജി ഓഫ് എൻ ഓസിലേഷൻ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണെങ്കിൽ ഒരു റേഡിയേഷൻ ടി എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന റേഡിയേഷൻ്റെ ആവറേജ് എനർജി എന്ന് പറയുന്നത് കെ ഇൻറ്റു ടി ആണ് നമുക്ക് പറയാം. ആവറേജ് എനർജി ഞാൻ എപ്സിലോൺ എന്നാണ് എഴുതിയത്. കെ എന്ന് പറയുന്നത് ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. സോ യു നോ വാട്ട് ഈസ് ദ ആവറേജ് എനർജി. അപ്പോൾ ഞാൻ തന്നെ ചോദിക്കുന്നുള്ളൂ, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ആവറേജ് ആയിട്ട് 10 രൂപയുണ്ട്, നിങ്ങൾ 40 പേരുമുണ്ട്. അപ്പോൾ ആകെ എത്ര രൂപയുണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? 40നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇസ്ന്റ് ഇറ്റ്? Similarly, you know what is the density of standing waves, that is J nu d nu, that is equal to 8 pi nu square d nu by c cube. And you know what is the average energy of one standing wave, that is equal to kT. So we can found that energy density is density of standing waves into the energy of one standing wave.
that u nu d nu that is equal to epsilon, that is the energy of one standing wave, into energy density. Energy density is equal to what? The J nu d nu. And J nu d nu, you know that is equal to 8 pi nu square d nu by c cube. And epsilon, you know, that is equal to kt. So just we are multiplying that, then we will get u nu d nu is equal to 8 pi kt by c cube nu square d nu. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്ലാസിക്കൽ ഐഡിയ ആണ് നമ്മളിവിടെ കൊണ്ടുവന്നത്. എന്താ സംഭവിക്കുന്നത്? ഓരോ സ്റ്റാൻഡിങ് വേവും എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞ സാധനത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു. ഒരു ചെറിയ എക്സ്പെരിമെൻ്റലി ഒബ്സർവേഷനും തിയറിറ്റിക്കലി റാലേ ജീൻസ് പ്രൊപ്പോസ് ചെയ്ത തിയറിറ്റിക്കൽ പ്രഡിക്ഷനും അത് രണ്ടും തമ്മിൽ ഒരു ഡിസ്ക്രിപ്പൻസി ഇവിടെ കണ്ടു. അതെന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ആ രണ്ട് ഗ്രാഫിലേക്ക് നോക്കാം. ആ ഗ്രാഫിൽ ഉള്ളത് നിങ്ങൾക്ക് ആൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി വി ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ് വൺ. വാട്ട് ഇസ് ദാറ്റ്? ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ബ്ലാക്ക് ബോഡി എമിറ്റ് ചെയ്യുന്ന മാക്സിമം റേഡിയേഷൻസിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കും. അതായത് അവിടെ 3 ടെമ്പറേച്ചറാണ് റൈറ്റ് സൈഡിലെ ഗ്രാഫിലുള്ളത്. അതായത് 1250 കെൽവിനിൽ എമിറ്റ് ചെയ്യുന്നതിൽ മാക്സിമം റേഡിയേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1.2 × 10⁻14 ഹെർട്സ് ആണ്. ആ ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. 1449 കെൽവിനാണെന്ന് തോന്നുന്നു അടുത്ത്. അവിടെ ഏകദേശം അത് എമിറ്റ് ചെയ്യുന്നതിൽ മാക്സിമം റേഡിയേഷൻസിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1.5 × 10⁻14 ഹെർട്സ് ആണ്. ആൻഡ് അറ്റ് ദ ടെമ്പറേച്ചർ 1644 Kelvin, then we can see that the frequency of maximum radiations emitted is around 2 × 10⁻14 hertz ആണ്. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്ത ഗ്രാഫാണ് നമുക്കവിടെ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതും റാലേ ജീൻ്റെ പ്രഡിക്ഷനും തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസി എന്താണെന്ന് നമുക്ക് നോക്കാം. റാലേ ജീൻസ് ഫോർമുല എന്താ? എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താ? ദാറ്റ് ഈസ് യു ന്യൂ ഡി ന്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 pi kt c cube nu square d nu അല്ലേ? അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ നോക്കുക എന്താ ഉള്ളത്. ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. സി ക്യൂബ് എന്ന് പറയുന്നത് സി എന്ന് വെച്ചാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. അത് പണ്ട് മുതലേ കോൺസ്റ്റൻ്റ് ആണ്. 8 എന്ന് പറയുന്ന നമ്പർ എണ്ണാൻ തുടങ്ങിയ മുതൽ 8 കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പൈ. പൈ എന്ന് വെച്ചാൽ എന്താ? യു നോ വാട്ട് ഈസ് പൈ? പൈ എന്ന് പറയുന്നത് സർക്കിൾ കണ്ടുപിടിച്ച മുതൽ പൈ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് അപ്പോൾ ഒന്ന് സിലബസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. പൈ എന്ന് പറയുന്നത് എന്താ? വാട്ട് യു മീൻ ബൈ പൈ? ആക്ച്വലി പൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു ദ ഡയമീറ്റർ. ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസും അതിൻ്റെ ഡയമീറ്ററും. വാട്ട് ഇസ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2πr. ആൻഡ് വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് എ സർക്കിൾ? r. ദെൻ വാട്ട് ഈസ് ദ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ? ദാറ്റ് ഈസ് 2r. അപ്പോൾ 2πr/2r എന്ന് പറയുന്നതാണ് എന്ത്? പൈ. സോ വാട്ട് ഈസ് പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില വലിയ ഇൻ്റർവ്യൂവിന് പോലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എൻ്റെ ഇതൊരു ഫ്രണ്ട് ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മാത്സ് MSc കഴിഞ്ഞ ഒരു ആളായിരുന്നു. അദ്ദേഹം ഇപ്പം SBIയിൽ വർക്ക് ചെയ്യുന്ന മാനേജറായിട്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ബാങ്ക് ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ പൈ ഓർ ഫ്രം വെർ യു ആർ ഗെറ്റിംഗ് പൈ. പൈ എവിടെ നിന്നാണ് വന്നതെന്ന്. സോ വാട്ട് ഈസ് പൈ? ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ടു ദ ഡയമീറ്റർ ഓഫ് ദാറ്റ് സർക്കിൾ. ഓക്കെ, പോട്ടെ. അപ്പോൾ അതൊന്നും നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ എന്താ ഞാൻ പറയുമ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ പൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് നമുക്കറിയാം. പൈ ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഇസ് ദാറ്റ് അതൊരു കോൺസ്റ്റൻ്റ് ആണ്. P2 കോൺസ്റ്റൻ്റ് ആണ്, പൈ കോൺസ്റ്റൻ്റ് ആണ്, കെ ബോൾട്ട്സ്മാൻ കോൺസ്റ്റൻ്റ് അത് പണ്ടേ കോൺസ്റ്റൻ്റ് ആണ്, CQ കോൺസ്റ്റൻ്റ് ആണ്, ടി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ യു ന്യൂ ഡി ന്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ന്യൂ സ്ക്വയർ ഡി ന്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ ന്യൂ കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ന്യൂ കൂടുകയാണെങ്കിൽ യു ന്യൂ എന്തായിട്ട് കൂടണം? ന്യൂ സ്ക്വയർ ആയിട്ട് കൂടണം അല്ലേ? സോ ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് ദ എനർജി ഡെൻസിറ്റി എന്താ ചെയ്യേണ്ടത്? ഇൻക്രീസ് ചെയ്യുക വേണ്ടത് അല്ലേ? നമുക്ക് പഴയ ഗ്രാഫിലേക്ക് പോകാം. അവിടെ ഞാൻ ഡോട്ടഡ് ലൈനിൽ എഴുതിയിരിക്കുന്ന റാലേ ജീൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് കിട്ടേണ്ട എനർജി ഡെൻസിറ്റിയുടെ പ്ലോട്ടാണ്, ഡയഗ്രാമാണ് അങ്ങനെ ഡോട്ടഡ് ലൈനിൽ എഴുതിയിരിക്കുന്നത്. അതായത് ന്യൂ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ആ എനർജി ഡെൻസിറ്റി കൂടിക്കൊണ്ടേയിരിക്കണം. പക്ഷേ നമുക്ക് അങ്ങനെയാണോ എക്സ്പെരിമെൻ്റലി കിട്ടുന്നത്? അല്ല. എക്സ്പെരിമെൻ്റലി ആ ഫിഗർ നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എനർജി ഡെൻസിറ്റി ഒന്ന് കൂടുന്നു, കൂടിക്കഴിഞ്ഞിട്ട് ഒരു മാക്സിമത്തിലെത്തുന്നു, അതിനുശേഷം അതിന് വീണ്ടും തിരിച്ചെന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു അല്ലേ? അതായത് ഓരോ ടെമ്പറേച്ചറിലും ഈ മാക്സിമം എനർജി ഡെൻസിറ്റി ഉള്ളത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫ്രീക്വൻസിക്കാണ്.
ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദാറ്റ് ഫ്രീക്വൻസി വിൽ ആൾസോ ഇൻക്രീസ്. ബട്ട് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ വാട്ട് വി ക്യാൻ സേ ദ എനർജി ഡെൻസിറ്റി വിൽ ഇൻക്രീസ് അപ് ടു എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. ആഫ്റ്റർ ദാറ്റ് ദ എനർജി ഡെൻസിറ്റി വിൽ ഡിക്രീസ്, isn't it? But what will be what need to be the result according to Rayleigh's formula? According to Rayleigh's formula, this energy density must increase as we increase nu, isn't it? അപ്പോൾ എക്സ്പെരിമെൻ്റലി നമുക്ക് കിട്ടുന്ന കർവും തിയററ്റിക്കലി റാലേജീൻസ് എക്സ്പ്ലെയിൻ ചെയ്ത കർവ് അല്ലെങ്കിൽ പ്രൊപ്പോസ് ചെയ്ത തിയറിയും തമ്മിൽ ഒരു ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എവിടെയാണ് ഡിസ്ക്രിപ്പൻസി വരുന്നത്? ഹൈയർ ഫ്രീക്വൻസി റേഞ്ചിൽ. ലോയർ ഫ്രീക്വൻസി റേഞ്ചിലൊക്കെ ഓക്കെയാണ്. ആസ് ദർ ഇൻക്രീസസ് ന്യൂ ദർ ഇസ് ഹാപ്പനിങ് ആൻഡ് ഇൻക്രീസിങ് ഇൻ എനർജി ഡെൻസിറ്റി. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്രീക്വൻസി എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു? അത് കുറയുകയാണ്, താഴേക്ക് വരികയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈ ഡിസ്ക്രിപ്പൻസി എവിടെയാണ് കാണുന്നത്? ലോവർ ഫ്രീക്വൻസിയിലാണോ ഹയർ ഫ്രീക്വൻസിയിലാണോ? ദിസ് ഡിസ്ക്രിപ്പൻസി ഈസ് ഒബ്സർവിങ് അറ്റ് ഹയർ ഫ്രീക്വൻസി, അല്ലേ? അപ്പോൾ ഹയർ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഹയർ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം? സാധാരണ നമ്മൾ ലൈറ്റാണല്ലോ കാണുക. ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ഹയർ ഫ്രീക്വൻസി ഉള്ള സാധനമാണെന്ത്? അൾട്രാവയലറ്റ് റേസ്, അല്ലേ? അതായത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് റീജിയനിൽ എത്തുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ ഡിസ്ക്രിപ്പൻസി കിട്ടുന്നത്. വാട്ട് ഈസ് ദ ഡിസ്ക്രിപ്പൻസി? അക്കോർഡിംഗ് ടു റാലേജീസ് ഫോർമുല ദിസ് എനർജി ഡെൻസിറ്റി നീഡ് ടു ഇൻക്രീസ്. അല്ലെങ്കിൽ ആസ് ന്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ദ എനർജി ഡെൻസിറ്റി ന്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്, ന്യൂ സ്ക്വയർ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ യൂണിയൻ എന്ത് തന്നെയാണ്? ഇൻഫിനിറ്റിയിൽ എത്തിക്കുന്നത്. ആസ് ന്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ദ എനർജി ഡെൻസിറ്റി ആൾസോ വാണ്ട് ടു ടെൻസ് ടു ഇൻഫിനിറ്റി. ബട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്? പ്രാക്ടിക്കലി വി ആർ ഒബ്സർവിങ് ദാറ്റ് യു ഈസ് കമ്മിങ് ടു സീറോ ആസ് ന്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ ഒരു ഡിസ്ക്രിപ്പൻസിക്കാണ് നമ്മൾ എന്ത് എന്ന് പറയുക? അൾട്രാവയലറ്റ് കറ്റാസ്ട്രഫി എന്ന് പറയുക. അൾട്രാവയലറ്റ് റേസിലാണ് അതുണ്ടാകുന്നത്. ഒരു വിരോധാഭാസം അൾട്രാവയലറ്റ് റീജിയനിലേക്ക് വരുമ്പോൾ ഒരു വിരോധാഭാസം, അതിനാണ് നമ്മൾ അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയുക. സോ വാട്ട് ഈസ് അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി? ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ് ദ എനർജി ഡെൻസിറ്റി ഷുഡ് ഇൻക്രീസ് ആസ് ദ സ്ക്വയർ ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഇൻ ദ ലിമിറ്റ് ഓഫ് ഇൻഫിനിറ്റി, or at high frequency du should also go to infinity. But in practically what is happening there, this energy density falls to zero as nu tends to infinity. This discrepancy between this theoretical explanation of Rayleigh and practical observed spectra is known as ultraviolet catastrophe. അപ്പോൾ ഈ അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതുവരെ പഠിച്ച ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ഒരു ഫെയിലിയറാണ്. റാലേജീൻസ് ഫോർമുല അങ്ങനെ വയ്ക്കുന്നു. ഇപ്പോൾ റാലേജീൻസ് ഫോർമുലയിൽ വയ്ക്കുന്നത് എന്താ? എപ്സിലോൺ എന്ന് പറയുന്നത് കെ ടി ആണ്. എനർജി എന്ന് പറയുന്നത് എന്താണ്? കെ ടി ആണ്, കെ ഇൻറ്റു ടി ആണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് എനർജി എന്ന് വെച്ചാൽ റേഡിയേഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കമ്മിങ് ആസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ മാത്രമല്ല ഓരോ റേഡിയേഷൻ്റെ എനർജി എന്ന് പറയുന്നത് കെ ടി ആണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിൽ പറയുന്നത്. അപ്പോൾ ആ ക്ലാസിക്കൽ ഫിസിക്സിൽ അനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ ബ്ലാക്ക് ബോഡി റേഡിയേഷൻസിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് അൾട്രാവയലറ്റ് കറ്റാസ്ട്രോഫി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മെയിൻ ഫെയിലിയർ ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. അപ്പോഴാണ് മെല്ലെ ക്ലാസിക്കൽ ഫിസിക്സിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറേ കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വരികയും അദ്ദേഹം അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് എന്തുണ്ടാവുന്നത്? പ്ലാങ്ക്സ് റേഡിയേഷൻ ഫോർമുല എന്നുണ്ടാവുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ പേപ്പറിൻ്റെ പേര് ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ്. ആ ക്വാണ്ടം എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് അവിടെ വെച്ചാണ്. അപ്പോൾ ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ സ്റ്റുഡൻസ്. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.